ശ്രീ PR ശിവശങ്കരൻ, BJPക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പേടിയാണോ? ഇതൊരു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ചോദ്യത്തിലൂടെ ചോദ്യകർത്താവിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെയോ സന്തോഷിപ്പിക്കുക എന്നുള്ള മാധുവിൻ്റെ ഒരു ലക്ഷ്യം, അത് വേണമെങ്കിൽ ലക്ഷ്യം കണ്ടു എന്ന് വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഒരു ഭൂമികയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ NDA കമ്മിറ്റികളും ചേർന്ന് ഇതിൽ ഒരു തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ നേരിടേണ്ടത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥി വേണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം സാങ്കല്പിക ചോദ്യമാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഭരണം മാറില്ല. ഒരു പക്ഷേ UDFന് അനുകൂലമായി വിധിയെഴുത്ത് ഉണ്ടാവുകയാണെങ്കിൽ അക്കം മാറും. LDFനുമായി അപ്പോഴും വലിയ അന്തരമുണ്ട്. പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കുറച്ച് മാസങ്ങളേ ആവുന്നുള്ളൂ. അന്ന് ഇത് ബാധകമായിരുന്നില്ല. അല്ല, ഞങ്ങളുടെ അവിടുത്തെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് വിജയിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്, ഞങ്ങളുടെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് നോക്കണ്ടേ. വെറും ഒരു തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമായിട്ടല്ലല്ലോ, ഞങ്ങളുടെ മുന്നേറ്റം കൂടി തീർച്ചയായിട്ടും അതിൽ കണക്കാക്കണം. അവിടെ എത്ര സഖ്യകക്ഷികൾക്ക് എത്ര സ്വാധീനമുണ്ട്, ഞങ്ങളുടെ സ്വാധീനമുണ്ട്. ഞങ്ങളിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തണം. ഒരു വലിയ സംഖ്യ ഞങ്ങൾക്ക് പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും BJP ഭരണത്തിന് കീഴിലാവണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ മറ്റൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ അൻവറിനെ ചുറ്റിപ്പറ്റിയാണല്ലോ ഇപ്പോൾ മാതൃഭൂമിയും ചർച്ചയിലൊക്കെ മുന്നോട്ട് വെച്ചത്. ഈ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ ഇരു മുന്നണികളുടെയും ദ്രവിച്ച അവരുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും രൂപമുണ്ട്. നോക്കൂ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് അൻവറിനെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അൻവർ കൂടെയുള്ള UDF എന്നുള്ള സഖ്യകക്ഷി അല്ലെങ്കിൽ മുന്നണി, ആ മുന്നണിയുടെ ചെയർമാനെതിരെ, ദേശീയ ചെയർമാനെതിരെ ശ്രീ അൻവർ 2003 ഏപ്രിൽ പറഞ്ഞ വാക്കുകൾ ഇതുവരെ അദ്ദേഹം വിഴുങ്ങിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു 4th ഗ്രേഡ് പൊളിറ്റീഷ്യനാണ് എന്നല്ലേ അദ്ദേഹം ഏപ്രിലിൽ പറഞ്ഞത് പാലക്കാട് നിന്ന്. ആ പറയാനുള്ള കാരണം എന്താ? ശ്രീ രാഹുൽ ഗാന്ധി ചീഫ് മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞത്, രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ ചീഫ് മിനിസ്റ്ററെ എന്തുകൊണ്ട് സെൻട്രൽ ഏജൻസീസ് ചോദ്യം ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിനെതിരെയല്ലേ ശ്രീ PV അൻവർ പറഞ്ഞത് ഹീസ് എ 4th ഗ്രേഡ് പൊളിറ്റീഷ്യൻ എന്ന്. അതുമാത്രമാണോ? ഒരു രാഷ്ട്രീയക്കാരനും ഇതുവരെ പറയാത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണം എന്നല്ലേ അദ്ദേഹം പുറകെ പറഞ്ഞത്? അദ്ദേഹം DNA ടെസ്റ്റ് ചെയ്യണം, നെഹ്റു കുടുംബത്തിലെ ആണോ എന്ന് DNA ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരു നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാധാരണ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, എൻ്റെ ഹസനൊക്കെ കേസിന് പോയിരുന്നു. ഗാന്ധി എന്ന പേര് ഹി ഡസൻറ്റ് ഡിസർവ് ദ നെയിം ഓഫ് ഗാന്ധി എന്നെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. ഹസൻ കേസിന് പോയിരുന്നു. 135A പ്രകാരവും 125 പ്രകാരവും അതിന് പ്രകാരം കേസെടുത്തിരുന്നു. എന്നിട്ട് ആ കേസുകളൊക്കെ എന്തായി? ആ കേസുകളൊക്കെ ഇവർ മറന്നോ? അത് ജനങ്ങൾ മറക്കണമെന്നാണോ? അതേ ഇനി അൻവർ പറഞ്ഞത് ശരിയെന്നാണോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നടത്തി അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളുണ്ടായി, കോൺഗ്രസിൽ പ്രതിഷേധമുണ്ടായി, ഈ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ശരി, ഇതൊക്കെ അവരെ ബാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് BJPയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഓളവും രാഷ്ട്രീയ കോളിളക്കവും ഒക്കെ BJPക്ക് നന്നായി അറിയാം. ആ സമയത്ത് തീർത്തും അപ്രസക്തരായി മാറി നിൽക്കുക, അല്ലെങ്കിൽ ആ പോരിൽ ഒരു പങ്കാളിയെ ആകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനമെടുക്കുക വലിയ ഒരുപാട് ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാൻ വിശ്വസിക്കുന്നത് മാധു ഞങ്ങളുടെ കോർ കമ്മിറ്റിയിൽ ഇല്ല എന്നാണ്. ഞങ്ങളുടെ കോർ കമ്മിറ്റി നിശ്ചയിക്കുന്ന പറഞ്ഞേക്കണത്. ഒരല്പം സമയം തരും നിശ്ചയിക്കാനും മുന്നേറാനും. ഞങ്ങൾക്ക് തീരുമാനിക്കട്ടെ. ഞങ്ങൾ കോർ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ കോർ കമ്മിറ്റിയുടെ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ അത് NDA എന്നുള്ള കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മറ്റ് രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് മത്സരിക്കണമോ എന്ന് ചിന്തിച്ചതോ ഒരു അസാധാരണത്വമായോട് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ മത്സരിച്ചാലും നിങ്ങളുടെ കാര്യം, മത്സരിച്ചില്ലെങ്കിലും നിങ്ങളുടെ കാര്യം ഞാൻ പൂർണ്ണ ബഹുമാനത്തോടെ അല്ല, ഞാൻ
അല്ല, ഒരു മിനിറ്റ് കൂടി അത്തരം അല്ല ഞങ്ങൾക്കൊരല്പം സമയം വേണം. കഴിഞ്ഞ തവണയും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സമയമെടുത്തു. നിങ്ങൾക്കറിയാം, ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവസാനം പ്രഖ്യാപിച്ചത് BJP ആണ്. അതിനുള്ള ഇനിയിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചാൽ പോലും പ്രഖ്യാപിക്കാൻ സമയമെടുക്കും. കേന്ദ്ര നേതൃത്വത്തിൻ്റെയും കൂടി ഉത്തരവ് വേണം. കാരണം ഒരു MLA പോസ്റ്റിലാണ്, മറ്റുള്ളതല്ല. അതുകൊണ്ട് സമയം വേണം. നോക്കൂ, അടുത്ത പാർട്ടിയുടെ കയ്യിൽ ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDF അവർ മുന്നോട്ട് വയ്ക്കുന്ന ആദർശം, അവർ പറയുന്നത് കമ്മ്യൂണിസം ശാസ്ത്രീയമായ ദർശനം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകൃതി സ്നേഹവും അതിൻ്റെ അടിസ്ഥാനമാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 6 ഏക്കർ 7 ദിവസത്തിനകം തിരിച്ചു നൽകണമെന്ന് ഇവിടുത്തെ താമരശ്ശേരിയിലെ താലൂക്ക് ഓഫീസർ ഓർഡർ ഇട്ടിരുന്നു. എന്തിനാണ്? ഈ MLA കയ്യേറിയ സ്ഥലം. ഈ MLA സ്ഥലങ്ങൾ കയ്യേറുന്നു, അവിടെ അനധികൃതമായി വലിയ പോണ്ടുകൾ പണിയുന്നു, വലിയ രീതിയിൽ കയ്യേറ്റം നടക്കുന്നു. ഇത്രയും കാലം ഈ MLA ആയിരുന്നപ്പോഴും ഇത് നടത്തിയിട്ട് അതിനെ നിരുപാധികം പിന്തുണച്ച, അതിനെ പൂർണ്ണമായും അനുമോദിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം LDF ഇന്ന് പറയുകയാണ് ഇത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ സംസ്ഥാനത്ത് ഈ 2 മുന്നണികളും കെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുർഘട സന്ധിയാണ്. അൻവറിനെ ഇല്ലാതെ ഇവർക്ക് വിജയിക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടത്ത് അൻവറിനെ LDF പിന്തുണച്ചിരുന്നു. ഇപ്പോൾ സ്വന്തം കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വിമർശിച്ചിട്ടും ഇന്ന് UDF പിന്തുണയ്ക്കുന്നത് ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ വിഭാഗത്തിന്റെ വോട്ട് വിമർശനങ്ങൾ കൊണ്ട് മറുപടി പറയാം എന്നുള്ളതാണ് പല കടത്തിന്റെ ഈ ചർച്ചയിൽ ഒരു നില എന്ന് പറയുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം.